ബ്രിട്ടനിലെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ചരിത്രപ്രസിദ്ധമായ ആരാധനാലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി സർക്കാർ പുതിയ ഫണ്ട് അനുവദിച്ചു. പ്ലേസസ് ഓഫ് വർഷിപ്പ് റിന്യൂവൽ ഫണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലേക്ക് ഈ ആഴ്ച മുതൽ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. നേരത്തെ നിലവിലുണ്ടായിരുന്ന ലിസ്റ്റഡ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ഗ്രാന്റ് സ്കീം നിർത്തലാക്കിയതിനെ തുടർന്ന് സഭാ നേതൃത്വങ്ങൾക്കിടയിൽ വലിയ ആശങ്ക നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ പദ്ധതിയുമായി സ്റ്റാർമർ സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. 23 ദശലക്ഷം പൗണ്ടാണ് ഈ പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ള ആരാധനാലയങ്ങൾക്കാണ് മുൻഗണന. ഗോൾഡൻ ബ്രൗൺ ചാൻസലറായിരുന്ന കാലത്ത് ആരംഭിച്ച പഴയ പദ്ധതി പ്രകാരം പള്ളികളുടെ അറ്റകുറ്റപ്പണികൾക്ക് വാറ്റ് ഇളവ് നൽകിയിരുന്നു. എന്നാൽ പുതിയ സർക്കാർ ഈ ബജറ്റ് വെട്ടിക്കുറയ്ക്കുകയും പിന്നീട് പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കുകയും ചെയ്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. പുതിയ ഫണ്ട് പ്രഖ്യാപനത്തെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ബിഷപ്പ് ഡോക്ടർ ജെയിൻ സ്റ്റീൻ സ്വാഗതം ചെയ്തു. പള്ളികൾ വെറും കെട്ടിടങ്ങളല്ല എന്നും അവ രാജ്യത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ നിധികളാണെന്നും അവർ ഓർമ്മിപ്പിച്ചു. പഴയ പദ്ധതി അപ്രതീക്ഷിതമായി നിർത്തലാക്കിയതിൽ ചർച്ച് ഓഫ് സ്കോട്ട്ലാൻഡ് ഉൾപ്പെടെയുള്ള സഭാവിഭാഗങ്ങൾ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. മതവിഭാഗങ്ങളുമായി മതിയായ കൂടിയാലോചനകൾ നടത്താതെയാണ് സർക്കാർ തീരുമാനമെടുത്തതെന്ന് നേരത്തെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പുതിയ പദ്ധതിയിലൂടെ ഈ മേഖലയിലുണ്ടായിരുന്ന അനിശ്ചിതത്വം നീങ്ങിയെന്ന് സർക്കാർ വക്താക്കൾ അറിയിച്ചു. ബ്രിട്ടനിലെ ചരിത്രപ്രസിദ്ധമായ കെട്ടിടങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ഹിസ്റ്റോറിക് ഇംഗ്ലണ്ടുമായും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അർഹരായ എല്ലാ സഭകളും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ബിഷപ്പ് ഡോക്ടർ ജെയിൻ സ്റ്റീൻ ആഹ്വാനം ചെയ്തു. പള്ളികൾക്ക് നൽകുന്ന ഈ സഹായം പ്രാദേശിക സന്നദ്ധ പ്രവർത്തകരുടെ ഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു.